സനാതന സുദർശനം ചാനൽ. ഇന്നത്തെ വിഷയം തുളസി മാഹാത്മ്യം. മഹാവിഷ്ണുവിന്റെ പത്നിയായ ലക്ഷ്മീദേവിയാണ് ഭൂമിയിൽ തുളസിച്ചെടിയായി അവതരിക്കുന്നതെന്ന് ഹൈന്ദവ വിശ്വാസം. സരസ്വതീ ശാപം നിമിത്തം ലക്ഷ്മീദേവി ധർമ്മധ്വജനെന്ന രാജാവിന്റെ പുത്രിയായ തുളസിയായി ജനിക്കുകയും ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ വിഷ്ണുവിന്റെ അംശമായ ശംഖചൂഡൻ എന്ന അസുരനെ വിവാഹം കഴിക്കുകയും ചെയ്തു. പത്നിയുടെ പാതിവ്രത്യം നശിച്ചാൽ മാത്രമേ മരണമുണ്ടാവുകയുള്ളൂ എന്ന വരം ശംഖചൂഡന് ലഭിച്ചിരുന്നതിനാൽ ദേവന്മാർ ശംഖചൂഡനെ വകവരുത്തുന്നതിനായി മഹാവിഷ്ണുവിന്റെ സഹായം അഭ്യർത്ഥിച്ചു. ശംഖചൂഡന്റെ രൂപം സ്വീകരിച്ച മഹാവിഷ്ണു തുളസീദേവിയെ കബളിപ്പിച്ചു. കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ദേവി കൃത്രിമ ശംഖചൂഡനെ ശപിക്കാൻ മുതിർന്നെങ്കിലും മഹാവിഷ്ണു സ്വരൂപം കൈക്കൊള്ളുകയും ദേവിയെ സമാശ്വസിപ്പിക്കുകയും ചെയ്തു. തുളസീദേവി ശരീരം ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ ദേവിയുടെ ശരീരം ഗണ്ഡകി എന്ന പുണ്യനദിയായി തീർന്നുവെന്നും തലമുടിയിഴകൾ തുളസിച്ചെടിയായി രൂപാന്തരപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം. ലക്ഷ്മീദേവിയുടെ പ്രതിരൂപമാണ് തുളസി. അതുകൊണ്ടുതന്നെ പാരമ്പര്യ ശാസ്ത്രങ്ങൾ തുളസിക്ക് പരമപവിത്രമായ സ്ഥാനമാണ് നൽകിവരുന്നത്. തുളസി നിൽക്കുന്ന മണ്ണ് പോലും ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് വിശ്വാസം. വിഷ്ണുപൂജയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുളസിച്ചെടി. ലക്ഷ്മീദേവിയുടെ പ്രതിരൂപമായതിനാൽ വിഷ്ണു ഭഗവാന്റെ പ്രിയപ്പെട്ടവൾ എന്ന അർത്ഥത്തിലും വിഷ്ണുപ്രിയ എന്ന അപരനാമവും തുളസിക്കുണ്ട്. പ്രമുഖ പുരാണങ്ങളിലെല്ലാം തുളസിയുടെ മാഹാത്മ്യത്തെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്നുണ്ട്. തുളസി ഔഷധ സസ്യമായും പുണ്യസസ്യമായും വീട്ടുമുറ്റത്തും ക്ഷേത്ര പരിസരത്തും നട്ടുവളർത്താറുണ്ട്. പരക്കെ അറിയപ്പെടുന്ന വാസനയുള്ള സസ്യമാണ് തുളസി. തെക്കേ ഏഷ്യയിൽ ഇതൊരു ഔഷധ സസ്യമായി അറിയപ്പെടുന്നു. ചരക സംഹിതയിൽ പരാമർശമുള്ള തുളസി പിരിമുറുക്കം കുറയ്ക്കാനുള്ള കഴിവുള്ള ഔഷധമായാണ് കണക്കാക്കപ്പെടുന്നത്. കറുത്ത തുളസിക്കും വെളുത്ത തുളസിക്കും യഥാക്രമം കൃഷ്ണതുളസിയെന്നും രാമതുളസിയെന്നും പറയുന്നു. ഇതിൽ കൃഷ്ണതുളസിയാണ് ഔഷധ ഗുണം കൂടുതലുള്ളത്. ഒരു ആയുർവേദ ഔഷധം കൂടിയാണിത്. ഭാരതത്തിലെ പല ആചാരങ്ങളിലും തുളസി ഉപയോഗിച്ചു വരുന്നു. പൂജകൾക്കും മാല കോർക്കാനും ഉപയോഗിക്കുന്ന ഇവ കേരളത്തിലെ മിക്ക ഹൈന്ദവ ഗൃഹങ്ങളിലും മുറ്റത്ത് പ്രത്യേകമായി കെട്ടുന്ന തുളസിത്തറയിൽ നടാറുണ്ട്. തുളസി എന്ന പേരിന് പിന്നിലെ സംസ്കൃത അർത്ഥം സാമ്യമില്ലാത്തത് എന്നാണ് അർത്ഥം, തുലനമില്ലാത്തത്. തുളസിയുടെ ഗുണങ്ങളുള്ള മറ്റൊരു ചെടി ഇല്ലാത്തതാണ് തുലനം ഇല്ലാത്തത് എന്ന പേര് വരാനായിട്ടുള്ള കാരണം. തുളസീദേവിക്ക് 8 പേരുകളുണ്ട്. വൃന്ദാവനം, വൃന്ദാവനത്ത് ആദ്യം പ്രത്യക്ഷപ്പെട്ട ഒരാൾ എന്നാണ് വൃന്ദാവനം എന്ന പേരിന്റെ അർത്ഥം. വൃന്ദ, എല്ലാ സസ്യങ്ങളുടെയും മരങ്ങളുടെയും ദേവത. ഒരു തുളസി നിലയം കാട്ടിലുണ്ടെങ്കിൽ വൃന്ദാവനം എന്ന് വിളിക്കാം. ഇത് 2ാമത്തെ പേര്. 3ാമത്തെ പേര് വിശ്വപൂജിത, പ്രപഞ്ചം മുഴുവൻ ആരാധിക്കുന്ന ഒരാൾ എന്നർത്ഥം. 4ാമത്തെ പേര് പുഷ്പസാര, എല്ലാ പുഷ്പങ്ങളുടെയും ഏറ്റവും മുകളിലുള്ളത്. കൃഷ്ണൻ മറ്റു പുഷ്പങ്ങൾ നോക്കിയിരുന്നില്ല എന്ന് പറയുന്നു. 4ാമത്തെ പേര്. 5ാമത്തെ പേര് നന്ദിനി, ഭക്തർക്ക് ആനന്ദമായ ആനന്ദം പകരുന്നവൾ എന്നർത്ഥം. 6ാമത്തെ പേര് കൃഷ്ണജീവനി, കൃഷ്ണന്റെ ജീവിതമായവൾ. 7ാമത്തെ പേര് വിശ്വപാവാനി, 3 ലോകങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരാള്. 8ാമത് തുളസി, താരതമ്യമില്ലാത്ത ഒരാള്. ഇങ്ങനെ 8 പേരുകളാണ് തുളസീദേവിക്കുള്ളത്. എല്ലാ വൃക്ഷങ്ങളുടെയും ചെടികളുടെയും തുളസീദേവി ഏറ്റവും മുകളിലാണ്. തുളസിയുടെ ഇല, പൂവ്, കായ്, വേര്, ചില്ല, തൊലി, തടി, മണ്ണ് എന്നിവയെല്ലാം തന്നെ പാവനമായി കണക്കാക്കപ്പെടുന്നു. ഗംഗാനദിയിൽ കുളിക്കുന്ന എല്ലാവരെയും ശുദ്ധീകരിക്കുന്നത് പോലെ തുളസീദേവി 3 ലോകങ്ങൾ ശുദ്ധീകരിക്കുന്നു. മൃതദേഹം കത്തിച്ചാൽ തുളസി മരം ഒരു ചെറിയ കഷ്ണം തീയിൽ ഇടുകയാണെങ്കിൽ ആ വ്യക്തി ആത്മീയ ലോകത്തെ പ്രാപിക്കും. തുളസി തൊട്ടാൽ മറ്റ് എല്ലാ മരങ്ങളും ശുദ്ധീകരിക്കപ്പെടുന്നു.
വിഷ്ണുവിന്റെ ദൂതന്മാർ അതിനടുത്തുള്ള തുളസി വിറകുകൾ കത്തുന്നതായി കണ്ടാൽ ഉടനെ വന്ന് ആ ശരീരം ആത്മീയ ലോകത്തിലേക്ക് എടുത്തു കൊണ്ടുവരുന്നു. തുളസി മരം എരിയുന്ന സമയത്ത് യമരാജിന്റെ ദൂതന്മാർ അവിടെ വരാറില്ല. തുളസി തീ കൊണ്ട് വിഷ്ണുവിന് ഒരു വിളക്ക് വെച്ചാൽ അനേക ലക്ഷം വിളക്കിന്റെ പുണ്യഫലം നേടുമെന്ന്, എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നു എന്നും പൂർണ്ണമായും നിർമ്മലമാണ് തുളസി. തുളസി അരച്ച് ദേഹത്ത് പൂശി വിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ 100 പൂജയുടെയും 100 ഗോദാനത്തിന്റെയും ഫലം ലഭിക്കുമെന്നും പുരാണം പ്രസ്താവിക്കുന്നു. പരിശുദ്ധിയുടെ കാര്യത്തിൽ ഗംഗാജലത്തിന് തുല്യമായ തുളസി പൂജകളിലെ പ്രധാനപ്പെട്ട ഇനമാണ്. വിഷ്ണുഭഗവാന്റെ അവതാരങ്ങളുടെയും പൂജകളിൽ പ്രധാനമായും തുളസി ഉപയോഗിക്കുന്നു. ഭക്തിപൂർവമുള്ള തുളസി സമർപ്പണത്തിലൂടെ ദേവപ്രീതി പെട്ടെന്ന് ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. പ്രഭാതത്തിലും സന്ധ്യയിലും ശരീരശുദ്ധിക്ക് ശേഷം തുളസി ശരീരത്തിൽ അരച്ചു പുരട്ടി വിഷ്ണുഭഗവാനെ പൂജിച്ചാൽ ആ ഒരു ദിവസം കൊണ്ട് തന്നെ 100 പൂജയുടെ ഫലം ലഭിക്കും എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. ഉണങ്ങിയ തുളസി കത്തിച്ച് തീയാക്കി ആ തീ കൊണ്ട് വിഷ്ണുഭഗവാന്റെ മുന്നിൽ നിലവിളക്കിൽ ദീപം തെളിയിച്ചാൽ ലഭിക്കുക 1,00,000 ദീപം തെളിയിച്ചാൽ ഉണ്ടാകുന്ന പുണ്യഫലമാണ്. ദേവസമർപ്പണത്തിനായി തുളസിയില ഇറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുളസിച്ചെടിക്ക് വെള്ളമൊഴിച്ച ശേഷം വിഷ്ണുഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് തുളസിച്ചെടിയെ 3 തവണ പ്രദക്ഷിണം ചെയ്തിട്ട് വേണം തുളസിയില ഇറുത്തെടുക്കുവാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും ശരീരശുദ്ധി ഉണ്ടായിരിക്കണം. ഭവനങ്ങളിൽ തുളസിത്തറ നിർമ്മിച്ച് അതിൽ തുളസി വളർത്തുന്നത് ഐശ്വര്യപ്രദമാണ്. കൃഷ്ണ തുളസിയാണ് ഉത്തമമായത്. വീടിന്റെ കിഴക്കുഭാഗത്തായി പ്രധാന വാതിലിന് നേർക്ക് തുളസിത്തറ പണിതാൽ ഫലങ്ങളേറും. ഗൃഹത്തിലെ തറയിരിപ്പിൽ നിന്നും തുളസിത്തറ താഴ്ന്നു പോകാൻ പാടില്ല. ഒന്നിലധികം തൈകൾ തുളസിത്തറയിൽ നട്ടുവളർത്താം. തുളസി നട്ടിരിക്കുന്ന മണ്ണ് ശുദ്ധമായി സംരക്ഷിക്കണം. നിത്യേന വെള്ളം ഒഴിച്ചു കൊടുക്കണം. അശുദ്ധമെന്ന് തോന്നുന്ന ഒന്നും തുളസിയുടെ മണ്ണിൽ നിക്ഷേപിക്കരുത്. സന്ധ്യാസമയത്ത് മന്ത്രജപങ്ങളോടെ തുളസിയെ വലം വയ്ക്കുന്നതും തുളസിത്തറയിൽ സന്ധ്യാദീപം തെളിക്കുന്നതും മികച്ച ഫലങ്ങൾ നൽകും. പൂജാവിധികൾക്കും ശരീരശുദ്ധിയോടെ ഭക്തി പുരസരം സ്ത്രീകൾക്ക് തലയിൽ ചൂടാനും ഔഷധ നിർമ്മാണത്തിനും തുളസി ഇലയെ എറുക്കരുത്. കാരണം തുളസി അത്ര പരിപാവനവും അമൂല്യവുമായ ഒരു ചെടിയാണ്. തുളസിയെ നിത്യവും പ്രദക്ഷിണം വെക്കുന്നത് ഉത്തമമാണ്. തുളസി പ്രദക്ഷിണം 3 തവണ ചെയ്യണം. ഈ മന്ത്രം ജപിക്കുക. തുളസിയെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഈ മന്ത്രം ചൊല്ലുക. പ്രസീദ തുളസീ ദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോധമദനോദ്ഭൂതേ തുളസീ ത്വം നമാമ്യഹം.